ഹോർമസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ ജലപാതയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാരകമായ മൈനുകളെ നേരിടാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ നാവികസേന അത്യാധുനികമായ ഡ്രോൺ സാങ്കേതിക വിദ്യയും റോബോട്ടിക് സംവിധാനങ്ങളും രംഗത്തിറക്കിയതോടെ മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. മനുഷ്യ സാന്നിധ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ യന്ത്ര സംവിധാനങ്ങൾ സമുദ്രത്തിനടിയിലെ അദൃശ്യ കൊലയാളികളെ കണ്ടെത്താനും നശിപ്പിക്കാനും നിയോഗിക്കപ്പെട്ടതോടെ പേർഷ്യൻ ഗൾഫിൽ സാങ്കേതിക യുദ്ധത്തിന്റെ പുതിയ അധ്യായം തുറക്കപ്പെട്ടു. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജലപാതയിലെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക സമുദ്ര മൈനുകൾ ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അമേരിക്ക തങ്ങളുടെ ഹൈടെക് സീ ഡ്രോണുകളെ രംഗത്തിറക്കിയിരിക്കുന്നത്. അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിട്ടിരിക്കുന്ന ഉപരോധം നീക്കാതെ മേഖലയിലെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകില്ലെന്ന് ഇറാൻ കർശന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തങ്ങളുടെ ജലാതിർത്തിക്ക് സമീപം നടക്കുന്ന ഇത്തരം സൈനിക നീക്കങ്ങളെ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയുടെ റോബോട്ടിക് ഉപകരണങ്ങൾ കടലിനടിയിൽ തിരച്ചിൽ ശക്തമാക്കുമ്പോൾ ഇതിനെതിരെ ഇറാനും തങ്ങളുടെ സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് 2 വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ മൈൻ വേട്ട കേവലം ഒരു സുരക്ഷാ നടപടിയല്ല, മറിച്ച് ആഗോള ഊർജ വിപണിയെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ നീക്കം കൂടിയാണ്. ഹോർമുസിലെ നേരിയ തടസ്സം പോലും ലോകമെമ്പാടുമുള്ള എണ്ണവിലയിൽ വൻ വർധനവിന് കാരണമാകും. ഇത്തരം സാമ്പത്തിക ആഘാതങ്ങൾ തടയുക എന്നതാണ് അമേരിക്കൻ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെങ്കിലും ഇത് ഇറാനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കടലിലെ ഈ നിഴൽ യുദ്ധം ആഗോള വിപണിയിൽ വലിയൊരു ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. സമുദ്രത്തിനടിയിലെ ഈ യുദ്ധത്തിൽ ആരാണ് വിജയിക്കുക എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി അമേരിക്കയും തന്ത്രപരമായ നീക്കങ്ങളുമായി ഇറാനും മുഖാമുഖം നിൽക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഒരു വെടിമരുന്ന് കോട്ടയായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾക്ക് പകരം സൈനികവും സാങ്കേതികവുമായ പരീക്ഷണങ്ങൾ യുദ്ധഭൂമിയിൽ അരങ്ങേറുന്നത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു ചെറിയ പിഴവ് പോലും വൻകരകളെ ബാധിക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന തിരിച്ചറിവിലാണ് അന്താരാഷ്ട്ര സമൂഹം ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്.